രാജ്യ തലസ്ഥാനത്ത് തെരുവിലിറങ്ങി പാർട്ടികൾ. സമാധാനപരമായ പ്രതിഷേധമായിരിക്കുമെന്ന ഉറപ്പിന്മേലാണ് CJP പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയത്. പാർട്ടി നേതാവ് അഭിജിത് ദീപ്കെയാണ് പ്രതിഷേധത്തിൽ പ്രകോപനമുണ്ടാകില്ല എന്ന് പോലീസിനെ അറിയിച്ചത്. പ്രതിഷേധം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ജന്തർ മന്ദിറിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി TS ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദർശ്, പാകിസ്ഥാൻ സ്പോൺസേഡ് കലാപം അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് പാർട്ടികൾ ജന്തർ മന്ദിറിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതിഷേധിക്കാനുള്ള നീക്കം? എങ്ങനെയൊക്കെയാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ക്രമസമാധാനം കയ്യിലെടുക്കാൻ ഇവിടെ ഭാരതത്തിന്റെ സുരക്ഷാ സേന അവരെ അനുവദിക്കുമോ? അശ്വതി, പാറ്റകൾ വലിയ കൂട്ടമായി വരും എന്നുള്ള അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണ്. പാറ്റകൾ എത്തി എന്ന് പറയാം. പാറ്റകൾ അവർ അവകാശപ്പെട്ടതുപോലെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ അവകാശവാദങ്ങളാണ് ഉയർത്തിയത്. വലിയ കൂട്ടമായി പാറ്റകൾ എത്തും, ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പാറ്റകൾ വരും, പാറ്റകൾ സ്വന്തമായിട്ട് പൈസ ചെലവഴിച്ച് സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി വരും എന്നൊക്കെയായിരുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ അവകാശപ്പെട്ടത്. എന്നാൽ ജന്തർ മന്ദിറിൽ ഈ ഒരു പ്രതിഷേധം തുടങ്ങുമ്പോൾ അത് പാറ്റകളുടെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. SFIയുടെയും ASFിൻ്റെയും ഐസയുടെയും DSFിൻ്റെയും ഒക്കെ പ്രവർത്തകർ അവർ JNUവിൽ നിന്ന് ഈ പാറ്റകളുടെ പ്രതിഷേധത്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ജന്തർ മന്ദിറിലെ പാറ്റകളുടെ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാറ്റകൾ പറഞ്ഞതുപോലെ ഒരു പാറ്റകൾ ബിൽഡപ്പ് നൽകിയതുപോലെ ഒരു പ്രതിഷേധമായി ജന്തർ മന്ദിറിലെ ഈ പ്രതിഷേധം മാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത് ഈ പാറ്റകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയത് ആരൊക്കെയാണ് എന്ന് പുറം ലോകത്തിന് അറിയാൻ കഴിഞ്ഞു. വിദേശത്ത് നിന്ന് അഭിജിത് ദീപ്കെ എത്തി. അഭിജിത് ദീപ്കയെ പിന്തുണച്ചുകൊണ്ട് അവരുടെ പാറ്റകൾ എന്ന് അവർ പറയുന്ന പല പാറ്റകളും ഇവിടെ എത്തുമ്പോൾ ആ പാറ്റകളുടെ ഒക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. കാരണം പാറ്റകളായി രൂപം മാറിയത് ഈ JNUവിലെ SFIയുടെയും ASFിൻ്റെയും ഐസയുടെയും DSFിൻ്റെയും സഖാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ പാറ്റാക്കൂട്ടമായി സഖാക്കൾ മാറി ആ സഖാക്കളാണ് ജന്തർ മന്ദിറിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധ സമരത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പോലീസ് ആകട്ടെ ഈ പാറ്റാ സമരത്തെ നേരിടുന്നതിനുള്ള വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമായി തന്നെയാണ് ഡൽഹി പോലീസ് ഒരുക്കിയത്. എന്നാൽ പാറ്റകളാകട്ടെ പോലീസിന് ഉറപ്പ് നൽകുകയും ചെയ്തു, യാതൊരു പ്രകോപനവും ഉണ്ടാകില്ല, സമാധാനപരമായിരിക്കും സമരം. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് ഈ സമരത്തിന് അനുമതി നൽകിയതും. പാറ്റകൾ വിചാരിച്ചതുപോലുള്ള ഒരു ആൾക്കൂട്ടം സമരത്തിനില്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ സമാധാനപരമായി തന്നെയാണ് ജന്തർ മന്ദിറിലെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കുറച്ച് സമരജീവികളായ സഖാക്കളും നേതാക്കളുമൊക്കെ എത്താനുണ്ട്. അവർ കൂടി എത്തുമ്പോഴാണ് പാറ്റകളെ പിന്തുണയ്ക്കുന്നവർ ഈ പാറ്റകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് ആരാണ് എന്നുള്ള കാര്യവും പുറം ലോകത്തിന് അറിയാൻ കഴിയൂ. അശ്വതി, തീർച്ചയായും മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതായത് എന്തൊക്കെ ആഹ്വാനങ്ങളായിരുന്നു വലിയ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ, ഇവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര മില്യൺസിലധികം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റഗ്രാം പേജാണ് അവരുടേത്. പക്ഷേ എത്തിയത് വളരെ കുറച്ച് പേർ മാത്രം. അതിൽ എത്തിയവരിൽ പലരും ഇപ്പോൾ കൊഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാറ്റകളുടെ ചിറക് കൂട്ടത്തോടെ അറ്റി വീഴുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്ക് ഇനി അധികകാലം ജീവൻ ഉണ്ടാകില്ല അല്ലേ? ഈ പാർട്ടിയുടെ ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ദിവസം തന്നെ മനസ്സിലായല്ലോ ആദർശ്. അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശ്വതി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ പാറ്റാ പ്രതിഷേധത്തിനും പാറ്റാ സമരത്തിനും ഒക്കെയുള്ള ആ ഒരു ആയുസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാകും എന്നുള്ളത് ഈ സമരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കണക്കാക്കേണ്ടത്. എന്നാൽ വലിയ ബിൽഡപ്പ് നൽകിയ ഈ ഒരു സമരത്തിന് എത്തിയ ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ അവർ നടത്തിയ ഈ പ്രചാരണത്തിൻ്റെ 7 അയലത്ത് വരില്ല. ഈ ജന്തർ മന്ദിറിൽ ഈ സമരം നടക്കുന്ന സ്ഥലത്ത് ഇവിടെ മറ്റു പല സംഘടനകളുടെയും സമരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വലിയ ആൾക്കൂട്ടം എത്തിയിരുന്നു. എന്നാൽ ഇവിടെ ഇവർ പറഞ്ഞതുപോലെ ഉള്ള ഒരു ആൾക്കൂട്ടം എത്താൻ കഴിഞ്ഞില്ല. ഈ എത്തിയതിൽ തന്നെ നല്ലൊരു പങ്ക് മാധ്യമപ്രവർത്തകരും യൂട്യൂബേഴ്സുമാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പാറ്റകൾ നടത്തിയ ഒരു പ്രചാരണം, ആ ഒരു പ്രചാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തത്. എന്തായാലും
നിലവിൽ ഇവർ നൽകിയ അല്ലെങ്കിൽ ഇവർ നടത്തിയ ആ ബിൽഡപ്പിന് യോജിക്കുന്ന വിധത്തിലേക്ക് ഈ ഒരു പ്രതിഷേധ സമരം എത്തിയില്ല എന്നുള്ളത് ഈ ജന്തർ മന്ദറിലെ ഒരു കാഴ്ചയാണ്. കാരണം ജന്തർ മന്ദറിൽ മറ്റു പല സംഘടനകളുമൊക്കെ സമരം നടത്തിയിട്ടുണ്ട്. ഇവർ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രചാരണം, അതുമല്ലെങ്കിൽ ഇവരുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേജിന് കിട്ടുന്ന ലൈക്ക്, ഫോളോവേഴ്സ്, ഇതിൻ്റെയൊക്കെ എണ്ണം എടുത്തു കാട്ടി പലരും ഇത് BJPക്ക് മുകളിൽ പോകുന്നു, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ മുകളിലേക്ക് ഇവർ മുന്നേറുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ നടത്തിയ ഈ സമരത്തിലൂടെ ഇവരുടെ അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ ഇവരെ പിന്തുണച്ച് ഇവർക്ക് വേണ്ടി ചില വാർത്തകൾ പടച്ചുവിട്ടവർ, അവർക്കുള്ള തിരിച്ചടിയായി ഈ ജന്തർ മന്ദറിലെ കാഴ്ച മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ ഒരു പാറ്റകളുടെ സമരത്തിന് പിന്തുണയുമായി എത്തിയതിൽ അധികവും അത് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരാണ്. അവർ തന്നെയാണ് ഈ പാറ്റ സമരത്തെയും തള്ളി നീക്കി പാറ്റക്കൂട്ടമായി മാറിയിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ രീതിയിൽ സ്വന്തമായി SFIക്കോ AISFനോ ഐസക്കോ ഒന്നും ഒരു വിഷയമുയർത്തി തെരുവിലിറങ്ങി അവരുടെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ ആർജവമില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു ജന്തർ മന്ദറിലെ പ്രതിഷേധ സമരത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. അശ്വതി, ആദർശ്, എനിക്ക് ചുറ്റുമുള്ള സ്ക്രീനുകൾ, ഇപ്പോൾ ഞാൻ ന്യൂസ് ഫ്ലോറിലാണെങ്കിൽ കൂടിയും എനിക്ക് മറ്റ് ചാനലുകളുടെ സ്ക്രീനുകൾ വ്യക്തമായി കാണാം. മലയാള മാധ്യമങ്ങളെല്ലാം ഈ CJPയെ വലിയ രീതിയിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദർശ് വാസ്തവം പറയുന്നു, വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് എന്ന്. അപ്പോൾ ഈ ഒരു അജണ്ട, അത് മാധ്യമങ്ങൾക്കിടയിലും അത്തരമൊരു അജണ്ട, CJPയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊരു അജണ്ട നിലനിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? കാരണം ഡൽഹിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ, വ്യക്തമായ വിവരങ്ങൾ, വാസ്തവമായ കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തെരുവിലിറങ്ങിയവർ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴും ഇവിടെയുള്ള മറ്റ് മാധ്യമങ്ങൾ CJPയെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മറ്റ് മാധ്യമങ്ങൾക്കിടയിലും ഇങ്ങനെ ഒരു അജണ്ട പിടിമുറുക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം അതിനെ? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം മലയാള മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനങ്ങൾ, നരേന്ദ്രമോദിയെ എതിർക്കുന്നത്, നരേന്ദ്രമോദിക്കെതിരായ പ്രതിഷേധം, ഇതിനെയൊക്കെ അവർ ഒരു വലിയ സംവിധാനമാക്കി മാറ്റിക്കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച, അത് തന്നെയാണ് പലപ്പോഴും കേരളത്തിൻ്റെ മനസ്സിനെ, അതുമല്ലെങ്കിൽ മലയാളികളുടെ ജനാധിപത്യ ബോധത്തെയൊക്കെ പലപ്പോഴും സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. എന്നാൽ അത്തരത്തിലല്ല യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. നമ്മൾക്കത് ചൂണ്ടിക്കാട്ടിയ അതുകൊണ്ട് തന്നെയാണ് ഈ പാറ്റകൾ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണം, അവർ നടത്തിയ അവകാശവാദങ്ങൾ, ആ അവകാശവാദങ്ങളുടെ ഒന്നും 7 അയലത്ത് എത്താത്തയാണ് അവരുടെ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്നുള്ള യാഥാർത്ഥ്യം. അത് നമുക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നത്. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു സമരത്തിലേക്ക് ചില ഇടത് നേതാക്കളെ, ചില സമരജീവികളായ ചില ഇടത് നേതാക്കളെ എത്തിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ചില നേതാക്കൾ എത്തുന്നു, ആ നേതാക്കൾ ഈ സമരത്തിന് വരുന്നു. അവർക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളെ, അതുമല്ലെങ്കിൽ അവർ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത്, അവർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നത്, ഇതൊക്കെ വലിയ വാർത്തകളാക്കി കേരളത്തിലെ ജനങ്ങളെ എക്കാലവും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നയമായി കാണുന്ന ചില മലയാള മാധ്യമങ്ങൾ, അവർക്ക് ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് യാഥാർത്ഥ്യവും സത്യവും ജനത്തോട് വിളിച്ചു പറഞ്ഞേ മതിയാകൂ. ഈ ജന്തർ മന്ദറിലെ കാഴ്ച എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ അവർ അവകാശപ്പെട്ടതുപോലെ അവർ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നാമതെത്തി എന്നൊക്കെ അവർ പറയുമ്പോൾ, അങ്ങനെയുള്ള ഒരു കോക്രോച്ച് ജനതാ പാർട്ടി അവർ പാറ്റക്കൂട്ടമായി ജന്തർ മന്ദറിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പാറ്റക്കൂട്ടമൊന്നും ജന്തർ മന്ദറിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അവകാശപ്പെട്ടതിൻ്റെ 7 അയലത്ത് പോലും ഈ ഒരു പാറ്റക്കൂട്ടമില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അശ്വതി, തീർച്ചയായും ആദർശ്, അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം, നമ്മൾ പ്രേക്ഷകരോട് സ്ഥിരം സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും മറ്റൊരു കാര്യം ഈ ഘട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. ആരാണ് ഇതിന്റെ സ്ഥാപകൻ? ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്കൊന്ന് പറയാം. ഒപ്പം ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടിയുണ്ടല്ലോ. ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലർ കൂടിയായിരുന്നു ഈ CJPയുടെ സ്ഥാപകൻ എന്ന് അവകാശപ്പെടുന്നത്. ഒപ്പം പാകിസ്ഥാനിൽ നിന്നും മറ്റു ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് കിട്ടിയതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു.
അശ്വതി, ഇതിനെ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സമൂഹ മാധ്യമ പ്രചാരണം തുടങ്ങിയത് അഭിജിത്ത് ദീപ്കെയാണ്. അഭിജിത്ത് ദീപ്കയെ സംബന്ധിച്ചിടത്തോളം അഭിജിത്ത് ദീപ്കെ ഈ ആം ആദ്മി പാർട്ടിയുടെ സമൂഹ മാധ്യമ ഈ ടീമിൽ സജീവമായിരുന്നു. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിൽ സജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, അതിനെ നയിക്കുന്നതിൽ, അതിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പാർട്ടിയുടെ ആശയവും ചിന്തയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് അഭിജിത്ത് ദീപ്കയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള അഭിജിത്ത് ദീപ്കെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സമൂഹ മാധ്യമ പ്രചാരണം ആരംഭിച്ചത്. മാത്രമല്ല, ഈ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ പേജുകളിലും മറ്റും ലഭിക്കുന്ന പിന്തുണ, അത് ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള ചില അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇതിന് ലഭിക്കുന്ന ഫണ്ടിങ് സംബന്ധിച്ച് പലപ്പോഴും രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഇതേ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും രാജ്യവിരുദ്ധ ശക്തികളുടെ കൂട്ടായ്മയായി ഇത് മാറുന്നു എന്ന തരത്തിലുള്ള ഈ റിപ്പോർട്ടൊക്കെ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് എത്തുമ്പോൾ പോലും ഇതിനെ അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസും മറ്റും വലിയ സുരക്ഷ ഒരുക്കുകയും സസൂക്ഷ്മം ഇതിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഭിജിത്ത് ദീപ്കയ്ക്ക് ഈ വിദേശത്തായിരുന്നു അദ്ദേഹം. ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിന് ലഭിക്കുന്ന വിദേശ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമരത്തിന് അതിന് ആം ആദ്മി പാർട്ടിയുമായി മാത്രമല്ല ബന്ധമുള്ളത്, ഇടതു പാർട്ടികൾ, രാഷ്ട്രീയ ജനതാദൾ അടക്കമുള്ള പാർട്ടികൾ ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും ചെയ്തു. കാരണം അവർക്കാർക്കും കേന്ദ്ര സർക്കാരിനെയോ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയോ ഒക്കെ എതിർക്കുന്നതിനോ അതുമല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോ എതിർക്കുന്നതിന് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഇത്തരത്തിൽ ജൻസിയുടെ പ്രക്ഷോഭം നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നതുപോലെ ഈ രാജ്യത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധം വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്നാൽ ആ ശ്രമം ആകെ തകർന്നിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഇവിടുത്തെ ജനത, ഇവിടുത്തെ യുവജനങ്ങൾ, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നിലകൊള്ളും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അശ്വതി, ആദർശ് തുടരുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ, വാസ്തവം അത് പ്രേക്ഷകരിലേക്ക് തന്നെ എത്തിക്കണം. എന്തായാലും പാകിസ്ഥാൻ സ്പോൺസേഡ് നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരു കലാപം നടത്താൻ ഇവിടെ അനുവദിക്കില്ല. പാറ്റകളല്ല, മൂട്ടകളല്ല, കൂറകൾ ഇറങ്ങിയാലും അത് ഭാരതത്തിന്റെ മണ്ണിൽ നടപ്പാവില്ല. അത് തന്നെയാണ് സുരക്ഷാ സേന കർശനമായി നൽകുന്ന നിർദ്ദേശം. പ്രിയപ്പെട്ടവരെ, രാജ്യ തലസ്ഥാനത്ത് പാറ്റക്കൂട്ടം ഇറങ്ങി. പക്ഷേ പല പാറ്റകളും ഇതിനോടകം തന്നെ പറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ജന്തർ മന്ദറിലെ പ്രതിഷേധം അമ്പേ പരാജയമായിരിക്കുന്നു. എന്തായാലും പാറ്റ പാർട്ടിക്ക് ഇനി എത്ര മണിക്കൂറുകൾ മാത്രമാണ് ആയുസ് കണ്ടറിയണം. അവിടെ ആദർശ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ആദർശ്, ഞാനൊരു പോസ്റ്റ് വായിക്കുകയാണ്. നമുക്കറിയാം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 11.2 മില്യൺ ഫോളോവേഴ്സ് ആണ്. അതിൽ ഈ 11.2 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുന്നതിൽ 49% ഫോളോവേഴ്സ് ഉള്ളത് പാകിസ്ഥാനിലാണ്, 14% ഉള്ളത് അമേരിക്കയിലാണ്, ബംഗ്ലാദേശിലുമുണ്ട് 14%. ഇന്ത്യയിലുള്ളതാകട്ടെ വെറും 9% മാത്രമാണ്. ആ 9%-ൽ ഒരു 2% പോലും ജന്തർ മന്ദറിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഹൈപ്പ് എന്തുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് നടത്തുന്ന ആദ്യ പ്രക്ഷോഭത്തിൽ തന്നെ ഇവർക്ക് ലഭിക്കാത്തത്? അശ്വതി, അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് വളരെ വലിയ ഒരു ഹൈപ്പ് കൊണ്ടുവന്നു. ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയും ഇത്തരത്തിലുള്ള ഈ ഹൈപ്പ് നൽകുന്നതിന് അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ഈ പാറ്റക്കൂട്ടമായി തെരുവിലിറങ്ങിയപ്പോൾ അതാകെ പൊളിഞ്ഞടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. നിലവിലെന്തായാലും ഈ പാറ്റകളെ സംബന്ധിച്ചിടത്തോളം പാറ്റകൾ ഉയർത്തുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. ഈ ഒരു ആവശ്യം ഇവർ ഉയർത്തുന്നത് കൊണ്ട് മാത്രം ഇവരെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രതിപക്ഷ നിരയിലെ ചില നേതാക്കൾ പറയുന്നുണ്ട്. കാരണം ആ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾക്ക് തന്നെ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, ഒരു പേരില്ലാത്ത, ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത, ഒരു സന്നദ്ധ സംഘടനയല്ലാത്ത അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മ ഒരു സമരവുമായി ഒരു വിഷയം ഉയർത്തിപ്പിടിച്ച് തെരുവിലിറങ്ങുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്ന രാഷ്ട്രീയ ഗതികേടിലേക്ക് രാജ്യത്തെ ചില പ്രതിപക്ഷ പാർട്ടികൾ എത്തിച്ചേർന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു ഹൈപ്പ് ഈ ഒരു പ്രതിഷേധത്തിന് നൽകിയത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളെ കാര്യം എടുത്തു പറയേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഹൈപ്പ് നൽകിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് തന്നെ മോദി വിരോധമാണ്. അന്ധമായ മോദി വിരോധം കൊണ്ട് കണ്ണു കാണാൻ കഴിയാത്ത
പല മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ളവരുടെ അകമഴിഞ്ഞ പിന്തുണ ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്ന ഈ സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ആ ഒരു കൂട്ടായ്മയാണ് പാറ്റക്കൂട്ടമായി ജന്തർ മന്ദറിലേക്ക് എത്തുമെന്നും അതിന് വലിയ ഹൈപ്പും അതിന് വലിയ ബിൽഡപ്പും ഒക്കെ നൽകിക്കൊണ്ട് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുകയും ചെയ്തത്. അത്തരത്തിൽ അവർ ജന്തർ മന്ദറിലേക്ക് എത്തിയപ്പോൾ ഈ പറഞ്ഞ ഹൈപ്പും ബിൽഡപ്പും ഒന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ അവർക്ക് വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നു. എന്നാൽ ആ പിന്തുണയൊന്നും യാഥാർത്ഥ്യമല്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയാണ്. एक नंबर भाई, जो भी कर रहे हैं सही कर रहे हैं. भाजपा का हटाओ, कोकरोच जनता पार्टी को लाओ. जय भीम. नहीं, एक्चुअली में डॉक्टर भीमराव अम्बेडकर की आइडियोलॉजी है कि फ्रीडम ऑफ स्पीच, फ्रीडम टू एजुकेशन, फ्रीडम टू हेल्थ, और जो आज की इंडिया की यूथ है वो यही डिमांड करती है कि हमको इन चीज़ गवर्नमेंट देने में विफल है. भीम एक आइडेंटिटी है, भीम एक आइडेंटिटी है फ्रीडम की स्पीच की, राइट टू प्रोटेस्ट की. तो हम इसलिए हम भीम के बैनर तले आए. और हमारा प्रोटेस्ट जो है वो एजुकेशन को लेके है. जो देश के अंदर जो अभी देखेंगे CBSE के जो एग्ज़ाम हुए वो फिर उसमें गवर्नमेंट का फेलियर रहा. नीट के एग्ज़ाम में गवर्नमेंट फेलियर रहा. अभी कल रात देखेंगे मुखर्जी नगर के अंदर जो UPSC के एस्पिरेंट, कल उन्होंने मैं मुखर्जी बत्रा जो सिनेमा है उस पर प्रोटेस्ट किया है. उन्होंने भी डिमांड रखी है. तो ये देशव्यापी मुद्दा है जो हम देशव्यापी और देश के स्टूडेंटों के साथ में, उनके साथ में है, अपने भाइयों के साथ में है. आप लोग भीम आर्मी का लोग हैं? नहीं, हम भीम आर्मी एक्चुअली मैं आई एम एन बाय प्रोफेशन एडवोकेट. मैं दिल्ली हाई कोर्ट में मैं एडवोकेसी करता हूँ और इस प्रोटेस्ट में मैं इनको सपोर्ट कर रहे हैं. वो भीम आर्मी के बारे में क्या है? भीम अच्छी बात है. चंद्रशेखर भाई आज बहुत अच्छे काम कर रहे हैं. चंद्रशेखर भाई अपने 2027 तैयारी के अंदर हैं और वो भी उन्होंने भी शोषित वंचित किसान मजदूर के तबके के लिए काम कर रहे हैं. तो मैं चाहता हूँ कि ऐसे जो युवा हैं, जो ऐसे यूथ है, वो जो ऐसे देश के युवा है, जो यूथ है, वो आए और हम लोग ये आवाज़ बने, क्योंकि वो एक देश में दम तोड़ती सरगर्मियों को उजागर करने का काम कर रहे हैं. और ऐसे मैं जो ऐसे कौम के शहबाज उनको सलाम पेश करता हूँ और कहता हूँ, हे कौम के शहबाज ये सैफर नशी. चंद्रशेखर भाई के लिए है, हे कौम के शहबाज ये सैफर नशी, गुल्फाब आपका वास्फा, किरदार दिल नशी. आप दलित शोषित वंचितों की जो आवाज़ को बुलंद करें, किसान की, अल्पसंख्यकों की, मुसलमानों की आवाज़ को दम तोड़ती आवाज़ को बुलंद करने का काम कर रहे हैं. उसके लिए हम उनके भाई का तहे दिल से धन्यवाद पेश करते हैं. അശ്വതി, അവർ ഈ സമരത്തിൽ പങ്കെടുക്കുവാനായി അവർ നീലക്കൊടികൾ ഏന്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആ കൊടികൾ, അതുമല്ലെങ്കിൽ അവർ പറയുന്ന ആ ജയ് ഭീം, അതിൽ നിന്ന് അവരുടെ രാഷ്ട്രീയം വ്യക്തമാണ്. അവർ ഉത്തർപ്രദേശിൽ നിന്നുള്ള ലോക്സഭാംഗം ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ച് പോലും പറയുകയുണ്ടായി. കാരണം അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഉയർത്തുന്ന ആ ഒരു രാഷ്ട്രീയം, ചന്ദ്രശേഖർ ആസാദ് ആയാലും ഭീം ആർമി ആയാലും ഒക്കെ അവർ ഉയർത്തുന്ന ആ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അവർ കോക്രോച്ച് പാർട്ടിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിൽ ഈ ചന്ദ്രശേഖർ ആസാദിനെ കാണാൻ കഴിയും. മാത്രമല്ല, നമ്മൾ തന്നെ ഒരു വാർത്തയടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, ഇത്തരത്തിലുള്ള ഭീം ആർമിയുടെ പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അത് മതപരിവർത്തനത്തിൻ്റെയും മറ്റും പരിപാടികളായി മാറുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ സമരത്തിനെത്തുന്നവരുടെ രാഷ്ട്രീയം ഇത്തരത്തിൽ തുറന്നു കാട്ടാൻ നമുക്ക് കഴിയുന്നുണ്ട്. കാരണം അവിടെ എത്തുന്നവർ അവർ ജയ് ഭീം എന്ന് വിളിക്കുന്നു, അവർ നീലക്കൊടികൾ പിടിക്കുന്നു. ആ രീതിയിൽ അവർ ഉയർത്തുന്ന ആ ഒരു രാഷ്ട്രീയം, കാരണം ഈ രാജ്യത്ത് പട്ടികജാതി സംഘടനകളുടെ രാഷ്ട്രീയം പലപ്പോഴും ഉയർത്തുന്നുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയത്തെ പോലും വഴിതിരിച്ചു വിടുന്ന വിധത്തിലേക്ക് പലപ്പോഴും ഈ ഭീം ആർമിയൊക്കെ നടത്തിയ ഇടപെടലുകൾ അവർ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുടെ പോലും പങ്കാളിത്തം ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത ജന്തർ മന്ദറിലെ ഈ ഒരു പ്രതിഷേധത്തിൽ കാണാൻ കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ എതിർക്കുന്ന എല്ലാ കൂട്ടങ്ങളും പാറ്റകളായി, ആ പാറ്റകൾ ഒന്നിച്ചിവിടേക്ക് വരുമെന്ന് കരുതി. എന്നാൽ എത്തിയ പാറ്റകളാകട്ടെ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അശ്വതി, ആദർശ്, അത് തന്നെയാണ്. അങ്ങനെ നോക്കൂ, വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നു. ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. പക്ഷേ എത്തിയത് ആയിരത്തിനുള്ളിൽ പോലും ആൾക്കാർ അവിടെ എത്തിയില്ല. അവിടെ എത്തിയവരിൽ പകുതി പേരും മാധ്യമപ്രവർത്തകരും ഒപ്പം യൂട്യൂബേഴ്സുമാണ്. എന്തായാലും പാറ്റ പാർട്ടിയുടെ കൂറവാദങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെയൊക്കെ ഇവിടെ ക്രമസമാധാനം കയ്യിലെടുക്കാമെന്നും ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാമെന്നുമുള്ള പാറ്റ പാർട്ടിയുടെ ആ ഒരു എന്താ പറയുക മോഹ വാഗ്ദാനം പൊളിയുന്ന കാഴ്ചയാണ്
കണ്ടത്.